ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ദേ ഞാനും മോളും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മായും മോളും കൂടിയിട്ടാണ്. അപ്പോൾ ദേ നല്ല മഴ വരുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഓഡിറ്റോറിയം കുറച്ച് ലോങ് ആണ്, നമ്മുടെ ടൗണിലാണ് ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവളുടെ മൈൻഡിൽ ഫുള്ള് കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ ഉള്ളൊരു മൈൻഡാണ്. അതുകൊണ്ട് അതിനൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാലത്ത് മുതലേ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ബർത്ത്ഡേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾ ഓഡിറ്റോറിയം എത്തി. അങ്ങനെ ഗ്രേപ്പ് ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുടിച്ചു. ഇതാണ് കേട്ടോ ബർത്ത്ഡേ കുഞ്ഞാവ. അങ്ങനെ ഞങ്ങളതേ അകത്തേക്ക് കയറിയിരുന്നു. അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈവനിങ് ആയിട്ടുള്ളൊരു ടൈമൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തുള്ളൊരു ഇതിലൊക്കെ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനും ഇതേ ഈ ചോക്കർ പോലത്തെ ഉള്ളൊരു ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു നെക്ലസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ടൈമായി റിസപ്ഷൻ ലുക്ക് പോലെ ആ ഒരു ഇതൊക്കെയല്ലേ. അപ്പോൾ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളാണ്. എന്നാലും ഇങ്ങനത്തെ ഉള്ളൊരു ഹെവി അല്ല, ഒരു നോർമൽ ഒരു മിഡിൽ സൈസ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ ഇതേ ഇന്നാണ് കുഞ്ഞു അവിടെ നെയിം റിവീലിങ്ങും ബർത്ത്ഡേയും കൂടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിതീഷ് ശ്രുതീശ്വരൻ എന്നാണ് കുഞ്ഞാവിടെ പേര്. അങ്ങനെ ബർത്ത്ഡേ ഇത് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഇതേ എല്ലാ മക്കൾക്കും നല്ല ദിവസങ്ങൾക്കൊക്കെ ഒരു ദേഷ്യവും വാശിയും കരച്ചിലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ആൾ ഉഷാറായിട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് കേക്ക്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇന്നത്തെ ഫുഡെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, കുറേ സലാഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, വാനില ഫ്ലേവർ ഉണ്ടായിരുന്നു, ബട്ടർ സ്കോച്ച് ഫ്ലേവറും ഉണ്ടായിരുന്നു. ഞാൻ ബട്ടർ സ്കോച്ചാണ് കേട്ടോ സെലക്ട് ചെയ്തത്, ഞാനും മോളും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ദേ ടൗണിൽ കൂടെ കുറേ നേരം നടന്നു കേട്ടോ. നടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓട്ടോ കയറി റിട്ടേൺ വീട്ടിലേക്ക് വരുന്നത്. ഈ ടൈമിൽ ടൗണിൽ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.